JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയുള്ളൂ. LD ടൈപ്പിസ്റ്റ് വേരിയസിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ജില്ലകളുടെയാണ് വന്നിട്ടുള്ളത്, അപ്പോൾ ഇതുവരെ വന്നിട്ടുള്ള എല്ലാ ജില്ലകളുടെയും ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് ഓരോ ജില്ലയിലും എത്ര പേര് മെയിൻ ലിസ്റ്റിലുണ്ട്, സപ്ലിമെന്ററി ലിസ്റ്റിൽ എത്ര പേരുണ്ട്, മൊത്തം എത്ര പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത് എന്ന കാര്യങ്ങളെ കുറിച്ച് എല്ലാം തന്നെ വിശദമായിട്ട് നോക്കാം. കൂടാതെ ഓരോ ജില്ലയിലെയും കട്ട് ഓഫ് മാർക്ക് എത്രയാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് 63.33 ആണ് വന്നിട്ടുള്ളത്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ മെയിൻ ലിസ്റ്റ് 224 ആണ്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ സപ്ലിമെന്ററി ലിസ്റ്റ് 217 ആണ്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ ഡിഫറently ഏബിൾഡ് ലിസ്റ്റ് 20 പേരാണ്. അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ പ്രോബബിലിറ്റി ലിസ്റ്റ് 461 പേരാണ് മൊത്തം ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ പ്രോബബിലിറ്റി ലിസ്റ്റിൽ ഉള്ളത്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് 63.33 ആണ്. അടുത്തത് കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ള 55.33 ആണ്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ മെയിൻ ലിസ്റ്റ് 122 പേരാണ്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ സപ്ലിമെന്ററി ലിസ്റ്റ് 126 ആണ്. അങ്ങനെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ ഡിഫറently ഏബിൾഡ് ലിസ്റ്റ് 12 ആണ്. അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ പ്രോബബിലിറ്റി ലിസ്റ്റ് 260 ആണ്. അങ്ങനെ കൊല്ലം ജില്ലയിലെ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ പ്രോബബിലിറ്റി ലിസ്റ്റ് വന്നിരിക്കുന്നത് 260 ആണ്. അപ്പോൾ കൊല്ലം ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ്? 55.33 ആണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അടുത്തത് പത്തനംതിട്ട ജില്ല എടുത്താൽ പത്തനംതിട്ട ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ള 56.67 ആണ്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ മെയിൻ ലിസ്റ്റ് 100 ആണ്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ സപ്ലിമെന്ററി ലിസ്റ്റ് 108 ആണ്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ ഡിഫറently ഏബിൾഡ് ലിസ്റ്റ് 11 ആണ്. അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ പ്രോബബിലിറ്റി ലിസ്റ്റ് 219 ആണ്. അപ്പോൾ പത്തനംതിട്ട ജില്ല എടുത്താൽ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ പ്രോബബിലിറ്റി ലിസ്റ്റ് 219 ആണ്. കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് 56.67 ആണ്. അടുത്തത് ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴ ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് 53 ആണ്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ മെയിൻ ലിസ്റ്റ് 99. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ സപ്ലിമെന്ററി ലിസ്റ്റ് 112. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ ഡിഫറently ഏബിൾഡ് ലിസ്റ്റ് 8 ആണ്. അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ പ്രോബബിലിറ്റി ലിസ്റ്റ് 219 ആണ്. അപ്പോൾ കട്ട് ഓഫ് മാർക്ക് ആലപ്പുഴ ജില്ല വന്നിട്ടുള്ളത് 53 ആണ്. അടുത്തത് എറണാകുളം ജില്ല എടുത്താൽ എറണാകുളം ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് വന്ന 60 മാർക്കാണ്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ മെയിൻ ലിസ്റ്റ് 166 ആണ്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ സപ്ലിമെന്ററി ലിസ്റ്റ് 179 ആണ്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ ഡിഫറently ഏബിൾഡ് ലിസ്റ്റ് 13 ആണ്. അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ പ്രോബബിലിറ്റി ലിസ്റ്റ് 358 ആണ്. അപ്പോൾ കട്ട് ഓഫ് മാർക്ക് എറണാകുളം ജില്ല എത്രയാണ്? 60 മാർക്കാണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അടുത്തത് ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ള 57.33 ആണ്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ മെയിൻ ലിസ്റ്റ് 113 ആണ്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ സപ്ലിമെന്ററി ലിസ്റ്റ് 123 ആണ്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ ഡിഫറently ഏബിൾഡ് ലിസ്റ്റ് 10 ആണ്. അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ പ്രോബബിലിറ്റി ലിസ്റ്റ് 246 ആണ്. അപ്പോൾ ഇടുക്കി ജില്ലയിൽ എത്രയാണ് കട്ട് ഓഫ് മാർക്ക്? 57.33. അടുത്തത് തൃശ്ശൂർ ജില്ലയാണ്. തൃശ്ശൂർ ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ള 56.67 ആണ്. അതുപോലെ തന്നെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ മെയിൻ ലിസ്റ്റ് 130 ആണ്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ സപ്ലിമെന്ററി ലിസ്റ്റ് 137 ആണ്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ ഡിഫറently ഏബിൾഡ് ലിസ്റ്റ് 11 ആണ്. അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ പ്രോബബിലിറ്റി ലിസ്റ്റ് 278 ആണ്. അപ്പോൾ തൃശ്ശൂർ ജില്ല എടുത്താൽ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ള 56.67 ആണ്. അടുത്തത് പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് 54.33 ആണ്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ മെയിൻ ലിസ്റ്റ് 116 ആണ്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ സപ്ലിമെന്ററി ലിസ്റ്റ് 127 ആണ്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ ഡിഫറently ഏബിൾഡ് ലിസ്റ്റ് 14. അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ പ്രോബബിലിറ്റി ലിസ്റ്റ് 257 ആണ്. അപ്പോൾ പാലക്കാട് ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ്? 54.33 ആണ് വന്നിട്ടുള്ളത്. അടുത്തത് കോഴിക്കോട് ജില്ലയാണ്. കോഴിക്കോട് ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ള 58.33 ആണ്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ മെയിൻ ലിസ്റ്റ് 137 ആണ്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ സപ്ലിമെന്ററി ലിസ്റ്റ് 151 ആണ്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ ഡിഫറently ഏബിൾഡ് ലിസ്റ്റ് 11 പേരാണ്. അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ പ്രോബബിലിറ്റി ലിസ്റ്റ് 299 ആണ്. അപ്പോൾ കോഴിക്കോട് ജില്ല എടുത്താൽ കോഴിക്കോട് ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ള 58.33 ആണ്. അടുത്തത് കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ള 55.33 ആണ്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ മെയിൻ ലിസ്റ്റ് 64 ആണ്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ സപ്ലിമെന്ററി ലിസ്റ്റ് 87 ആണ്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ ഡിഫറently ഏബിൾഡ് ലിസ്റ്റ് 10 ആണ്. അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ പ്രോബബിലിറ്റി ലിസ്റ്റ് 161 ആണ്. അപ്പോൾ കാസർഗോഡ് ജില്ലയിൽ
കട്ട് ഓഫ് മാർക്ക് വന്നുള്ള 55.33 ആണ്. അടുത്ത വയനാട് ജില്ല എടുത്താൽ കട്ട് ഓഫ് മാർക്ക് വന്നുള്ള 53.67 ആണ്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ മെയിൻ ലിസ്റ്റ് 81 ആണ്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ സപ്ലിമെന്ററി ലിസ്റ്റ് 100 ആണ്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ ഡിഫറൻറ്റ്ലി ഏബിൾഡ് ലിസ്റ്റ് 10 ആണ്. അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ പ്രോബബിലിറ്റി ലിസ്റ്റ് 191 ആണ്. അപ്പോൾ വയനാട് ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് എത്രയാണ്? 53.67 ആണ്. അപ്പോൾ ഇത്രയും ജില്ലകളാണ് ഇതുവരെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള ജില്ലകളുടെ വരാത്ത ജില്ലകളെല്ലാം തന്നെ ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കും. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.